ഇതാര്? ഉസ്മാനാ? എന്താ അവൻ എന്നടാ சொன்னா? ഉസ്മാനല്ല ഉസ്മാൻ. ഹലോ 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 ആരാ? മനസ്സിലാക്കുക. പുള്ളി ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അതെനിക്ക് ഉറപ്പാണ്. ഇവന്റെ കൂടെ എപ്പോഴും ഒരു പെണ്ണ് നടക്കും. ആ പെണ്ണിന്റെ ആരോ തള്ളിതായിട്ടോ. ഒരു സംശയമില്ല അതില്. ഒരു പെരിയ കേസായി ഇപ്പൊ. പക്ഷെ മന്ദാര പറയുന്ന മുത്തം മാത്രം കൊടുത്തിട്ടുള്ളൂ. മുത്തം കൊടുത്താ പ്രഗ്നന്റ് ആകും പറഞ്ഞിട്ടുണ്ട്. അല്ല അത് എടുത്തിട്ട് വെച്ചിന്, ഒരു സ്ഥലത്ത് എടുത്തിട്ട് വെച്ചിന്. എവിടെ? ഒരു സ്ഥലത്ത് വെച്ചിന്, അത് സീക്രട്ട്. എന്നോട് പറയില്ല. വരുമ്പെടുക്കാൻ അല്ല അണ്ണാ, ബാങ്കില് ബാങ്കിൽ എടുത്ത് വെച്ചിന്. പൈസയുടെ കൊതുക്കി. എവിടെയുണ്ട് എവിടെയുണ്ട്? ഞാൻ ചെറുതായിട്ട് ഇല്ലായിരുന്നു. കമാര എന്താ എന്തിനു പരിപാടി? ആ എടാ പറ ബോബി. എവിടെ ഇരിക്കുന്ന ഈ ഗിരി? അങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വരുന്നു. ഹലോ 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 വാസണ. ഓ പറഞ്ഞോ. 7209 ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം. പോലീസുകാരനെ വിളിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ സുഖല്ലേ? ഓ സുഖം സുഖം. കമാര ഒരു ചെറിയ സിറ്റുവേഷൻ ഉണ്ട്, പോയിട്ട് ഇപ്പൊ വരാം. ഇതാണ് ഇത് നമ്മുടെ വണ്ടിയല്ലേ? ആ വണ്ടി കട്ടിയതാണ്. കോച്ച് ആ വണ്ടി എടുക്കും വരണം. കോമൺ വണ്ടി. എടാ ഏത് സ്ഥലമായിരുന്നു? 720 ഇതാരാ? ജാൻമണിയമ്മ. എടാ എന്താടാ അവന് മലയാളം അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഹീസ് അവൻ ട്രൈ. എടാ അവൻ എന്ത് കിടിലം PvP പ്ലെയർ ആണെന്നറിയാം ഇപ്പം. പണ്ടത്തെ പോലൊന്നും അല്ല കമാരൻ, അവൻ കിടിലം PvP പ്ലെയർ ആണ്. നിങ്ങൾ അവന്റെ POV കാണാത്തോണ്ടാ. ഭയങ്കരമായിട്ട് ഗ്രൈൻഡ് ചെയ്ത ചെറുക്കൻ ഇമ്പ്രൂവ് ആയി. പറയാതിരിക്കാൻ വയ്യ. എന്റെ അമ്മ കിടിലം PvP പ്ലെയർ ആ ഇപ്പം. മന്ദര കേറ്. നിങ്ങള് ഈ നമ്മൾ കുറച്ചു പേരുടെ മാത്രം POVs കാണുന്നുണ്ട്. ഇവിടെ എല്ലാവരുടെയും RP POV കാണുന്ന കുറച്ചു പേരുണ്ട്. ഹലോ 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 ബ്രോ ഹലോ 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 പറഞ്ഞു. ഹലോ വാസണ്ണ. ഓ എന്തോ വാസണ്ണ ഹലോ. ഇതാര്? ഉസ്മാൻ. ഉസ്മാനാ? എന്താ അവൻ എന്നടാ சொன்னா? ഉസ്മാനല്ല ഉസ്മാൻ. ഹലോ കോച്ചാ. ഉസ്മാനെ നീ ഇങ്ങോട്ട് വന്നേ. ഓ ഹലോ. നിന്നെ കുറെ നാളായാലും കണ്ടിട്ട് എവിടായിരുന്നു? ഇത് പുറത്ത് സിസ്റ്റം ഇത്തിരി ഷോക്കായിരുന്നു. ഇപ്പൊ EMI പണയം വെച്ചെടുത്തിന്. പുതിയെടുത്താ? പുതിയെടുത്ത്. ഏതെടുത്ത്? ഒരു മിനിറ്റ്. ഹലോ പറയടാ. ഞാൻ ഒരു 4050 ലാപ്ടോപ്പ് എടുത്ത്. ഓ എനിക്ക് EMI കെട്ടില്ല. ഒരു മുളക് കടിച്ചപ്പോ കുഴപ്പമില്ല. അപ്പൊ ഇനിയിപ്പോ കത്തലൊന്നും ഇല്ലാതെ കളിക്കാലോ. ഓ കത്തലുണ്ട്. കടിക്കാം. ഈ ഉടുപ്പിലെന്താ? ഇത് എടാ നമ്മളെപ്പോഴും ഒരേ ഉടുപ്പിലല്ലേ, ഒന്ന് ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇട്ടതാ. ID 482. ഹലോ ഹലോ ആരിത്? പേരെന്തേ? അണ്ണാ ഞാൻ ഇതാ പറഞ്ഞ ഈ ചെങ്ങനെ കൊണ്ട് പ്രശ്നം. ഹലോ എന്ത് പേര് നിങ്ങളെ? ഹലോ ഹലോ എന്താ? 482 പേരെന്ത്? 452. എന്റെ പേര് വാസു. ആ വാസു നിങ്ങളുടെ ഇതാണ്. പെണ്ണാണായിട്ട് വന്നാണോ? ഓ ഇത് എന്റെ അല്ലടാ, ഇത് വേറെ ആരുടെയോ. ഹലോ വാസു വാസു എന്താണ്? വാസു സുഖാണോ? സുഖമാണ്.
എന്ത് നിന്റെ കറിയുള്ളൂ വായി ബാബുക്ക് വേണ്ടി ചവയ്ക്കണ നീ. എന്തിന് നേരെ ചെല്ലുമ്പോ ഇത് ഏത് ഭാഷ? ഇവ ഏതോ റഷ്യ സെർവറിൽ എന്തോ കളിക്കുന്നവനാണ് അവൻ. വണ്ടി കയറോ കോച്ച്, വണ്ടി ഉള്ളൊക്കെ അൺലോക്ക് ആക്കി. ഹലോ കോച്ച്, ബൈ ബൈ. ബൈ ബ്രോ. ഓക്കെ. അവൻ എന്തി ഉച്ചരി എവിടാ? ഞാതാ വണ്ടിയില് ഫ്രണ്ടില് ഇതാരാ? കെവിൻ. അണ്ണൻ വരുമ്പോ മാത്രം വരുന്ന മറ്റേ എടാ നീ ഞാൻ വരുമ്പോ മാത്രം എന്തിനാണ് ഇങ്ങനെ നീ കാണിക്കാൻ അറ്റൻഡൻസ് കാണിക്കാൻ വരണാണോ കെവിന്? അല്ലല്ല എനിക്ക് പനിയായിരുന്നു, ശബ്ദമൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഓ ശരി 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 ശരി. കേറി വണ്ടി കയറി. എങ്ങനെ ഇവിടെ കേറി അടിക്കടാ. ഇവൻ ഞാൻ വരുമ്പോ മാത്രമേ വരത്തുള്ളൂ സീരിയസ് ആയിട്ട്. കൺഫേം അണ്ണൻ വരുമ്പോൾ மட்டும்தான் வரான். கரெக்ட். എല്ലാം വാടി ഉനക്ക് വാ. എടാ നമ്മള് എവിടെയായിരുന്നു ആളുള്ളത്? 7029. എടാ മോബി എവിടെയായിരുന്നു ലൊക്കേഷൻ? 7209. ഇവിടെ ജീപ്പ് ഇതെങ്ങനെയാ? 72 ഞാൻ സ്ലാഷ് GPS ഇട്ട് വരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് മറ്റേ കൊച്ചു വിളിച്ചോണ്ടിരിക്കുന്ന ഏത് കൊച്ച്? എന്തേലും പറയണ ഏത് കൊച്ച്? മാർക്കേറ്റ് നമ്മളന്ന് പി ആക്കാൻ നോക്കി വെച്ചില്ലേ ഹെലൻ, വിളിച്ചാ? ആ കൊച്ചു ആ ജോലി ഉണ്ടോ എത്തോ? ഞാൻ പറഞ്ഞു അണ്ണൻ ഇന്റർവ്യൂ ഒക്കെ അണ്ണൻ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് എടുക്കുന്നേ. ഒരു ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ നടത്തണം ഹെലനായിട്ട്. സത്യം ഡീറ്റെയില് പറഞ്ഞെങ്കിൽ കൊറേ പേരെ കൂപ്പിടും. എന്താ കേട്ടില്ല കൊച്ചിരി? എന്താ കേട്ടില്ല? അല്ല ഡീറ്റെയില് പറഞ്ഞെങ്കിൽ ഡീറ്റെയില് പറഞ്ഞാൽ എന്താന്ന് അങ്ങനെ ഉദ്ദേശിച്ചു. ഓ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാ നമുക്ക് എല്ലാ കാര്യം അങ്ങനല്ല. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എന്തൊക്കെയെന്നോ? ആ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണ്ടേടാ. എല്ലാം അറിയണ്ടേ? എല്ലാം അല്ലേ? ഞാൻ വേണ സൈഡില് അണ്ണ ഇത് ഡീലർഷിപ്പാണ്. എന്തിനാ ഇവിടെ നിന്നെ കൊണ്ടുവാ. എന്താ ഇവിടെ അണ്ണാത്തി പുതിയ കടയാ? ഇന്നത്തെ ഹലോ 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 ആരാ? ആരാന്ന്? അണ്ണ ഇയാൾക്കൊന്നും ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. എന്നെ ഫാമിലി ഉള്ളൊന്നും ഓർമ്മയില്ല. നമ്മൾ ആരും ഓർമ്മയില്ല. ഇതാരാ? നമ്മളെ ഓർമ്മ ഉണ്ടാവില്ലല്ലേ? മനസ്സിലാക്കി കാര്യം മനസ്സിലാക്ക്. പുള്ളി ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഓക്കെ, നമ്മുടെ ആ ജെട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പുള്ളി വീണിട്ടുണ്ട്. സോ എങ്ങനെ വീണു, എന്താ സംഭവിച്ചതെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഇല്ല. അതെനിക്ക് ഉറപ്പാണ്. ഇവന്റെ കൂടെ എപ്പോഴും ഒരു പെണ്ണ് നടക്കും. ആ പെണ്ണിന്റെ ആരോ തല്ലിതായിട്ടതാ. ഒരു സംശയമില്ല അതില്. റാഷയല്ലേ? അതെ 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 അതെ. പക്ഷേ അന്ന് ഇവര് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇവരൊക്കെ ഓക്കെ ആയിരുന്നു. ഇവർ രണ്ടുപേരും നല്ല ചിരിച്ചു കളിച്ചൊക്കെ ഇല്ല. അങ്ങനെ ഇവൻ ഒറ്റയ്ക്ക് അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ല. ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലായിരുന്നു മറ്റേ പെണ്ണ് കൊണ്ട് കൂടെ നടന്നോണ്ടിരുന്നത്. ആ പുള്ളിക്കാരി ഇതിപ്പോ ആരെയൊക്കെ ഓർമ്മയുണ്ട്? ഇവനിപ്പം ആരെയും ഓർമ്മയില്ല ആക്ച്വലി. നമ്മളിങ്ങനെ ഓർമ്മയുണ്ടോ? മറക്കൂല. ഇല്ല, അതും ഓർമ്മയില്ല. റാഷയും ഓർമ്മയില്ല. റാഷയുടെ ഒരു പിക്ക് ഞാൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് ചെറിയ എങ്ങനെ സ്പാർക്ക് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതുപോലെ ഞാൻ പറഞ്ഞ മറ്റേ ആളെ കാണാൻ പറ്റുമോ? ഈ ജോക്കി ഉണ്ടോ? ഓർമ്മയില്ലെന്ന്. വർഷങ്ങളായി. ഓക്കെ, പുള്ളിയെ കാണണോന്നൊക്കെ ഇങ്ങനെ പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ ആളെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ മാക്സിമം നീ ടാർ വഴി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണോ?
അല്ലല്ല പിന്നെ ഇതെന്താ ഈശു കൂട്ടിരിക്കുന്നത്? ഇത് ഫാഷൻ. ഫാഷനാണ് ഇതൊക്കെ. ആ ഇത് ഫാഷൻ അല്ല, നല്ലില്ലേ കാണാനേ? നല്ല രസമുണ്ട്, കിടിലം. ആ നമുക്ക് വണ്ടിയിലേക്ക് കൊണ്ടുപോകാം. വാ, വിളിച്ചു. കൊണ്ടുപോകുന്ന സാറേ ഞങ്ങള് പറഞ്ഞു ബ്ലാക്ക് ഇതാരാ? കുട്ടിയാണ് റാഷ. അല്ലല്ല അത് ബ്രോ ബ്രോ നീങ്ക ദർശന മുടി കെട്ടിയിടുന്നില്ല, അഴിച്ചിടുന്നേക്കില്ല. ഈ ദർശന ഏതായിരുന്നു? ബ്ലാക്ക് ഈ ദർശന ഏതായിരുന്നു? റഹ്മാനെന്ത് ദർശന മറന്നുപോയടാ. ഹെലൻ റഹ്മാനെ ടാക്സി. ദർശന അന്ന് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് പോണ്ട വന്നു, അതുകൊണ്ടാണ് അന്ന് സംസാരിക്കാൻ പറ്റിയില്ലേ. എല്ലാരും ഒന്ന് അത്യാവശ്യമായിട്ട് എല്ലാരും പോയായിരുന്നല്ലേ? ആ അതെ. എനിക്കാണെങ്കിൽ കുറച്ച് അതിലും അത്യാവശ്യം ആയതുകൊണ്ട് എനിക്ക് പോകണ്ട വന്ന്. ദർശനക്ക് സുഖല്ലേ? സുഖാണ്. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചു. ദർശന കഴിച്ചോ? ഓ ഞാൻ കഴിച്ചു. ദർശനയുടെ പുറകെ ഇവൻ റാഷി എന്ന് പറഞ്ഞ് നടന്നല്ലേ? ഇല്ലല്ലേ? അപ്പൊ ദർശനയുടെ ബോയ് ഫ്രണ്ട് ആരാ? എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ. അണ്ണാ ആ ചെറുതായിട്ട് ഐജയില് പ്രൊപ്പോസ് ആക്കി ഞാൻ SMG-ലത്തെ മോബി പ്രപ്പോസ് ആക്കിയോ? ആണോ? ആരെ? ഉസ്മാൻ വന്നാലേ തോളിലുള്ള അവൻ എന്നോട് എന്തോ ഒരു ക്രഷ് തോന്നി. ഈ തോളിലുള്ള ആരാ? മുച്ചിരി ഞാൻ പറഞ്ഞു എനിക്ക് നല്ലൊരു ഫ്രണ്ടാന്ന് പറഞ്ഞു. കെവിനോ? അത്ര സന്തോഷം. അങ്ങനെ തന്നെ വേണം എന്തും. നമ്മുടെ കൂടെ ഉള്ളതാണോ? മോബി നീ കൂടെ മോബി 2 ദിവസമായിട്ട് എയറിലായിരുന്നു, ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ദർശനയുടെ പുറകിൽ എന്താ ഒരു ചുറ്റിക്കളി? ചെറിയ ക്രഷ് തോന്നി, അത് തുറന്നു പറഞ്ഞു. എടാ എങ്ങനെയാണോ എല്ലാവർക്കും വേണ്ടി പണ്ട് ലൈനപ്പ് ചെയ്ത് മാറിക്കൊടുത്ത് ലൈനപ്പിൽ ഇല്ലാതായി. ഇനി പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി തരാൻ എനിക്ക് പറ്റില്ലടാ. എന്റെ അണ്ണൻ ഇഷ്ടമാണാ? പിന്നെ എനിക്ക് ആരെ ഇഷ്ടമില്ലാത്ത? എനിക്കിത് പറ്റൂല. അണ്ണ ആ ഇഷ്ടമില്ല. എത്ര ഒരാളുടെ അടുത്തൊരു ഇത് തോന്നുന്നില്ല, അത് പ്രത്യേകമായിട്ട് ഒരാളുടെ അടുത്ത് മാത്രം തോന്നുന്ന ഒരു സംഭവം. കാറിനോട് ശബ്ദമല്ലേ കേട്ടോ? ഒരു മിനിറ്റ്. ഹലോ എന്താ പരിപാടി? ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു. നിങ്ങളെ രണ്ടുപേരും കാണുമ്പോ ഒരു സന്തോഷമാണ് പ്രത്യേക. അതെന്താ? അല്ല നമുക്ക് പറ്റാൻ ചെയ്യാൻ പറ്റുന്നത് വേറെ ആൾ ചെയ്ത് കാണുമ്പോൾ ഒരു സന്തോഷം, അതേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി എടുത്തോ? ഇല്ല എല്ലാം എടുക്കണം. മേടിക്കണം, പയ്യെ മേടിക്കണം. പഠിക്കൊന്നും പോകുന്നുണ്ട്, കാശില്ല കയ്യില്. എന്നും ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നന്നായിട്ട് പോട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. സൂൺ ടു ബി മാരീഡ്. ഓക്കെ പോയിട്ടോ. എന്താ കുക്കിടും എന്തോ പറഞ്ഞല്ലോ? ഹലോ ഇതെടുത്ത് ഒന്നും നോക്കില്ല. എന്താ ഇത്? ഏത് ഭാഷ പറഞ്ഞു? അണ്ണനെ അങ്ങോട്ട് വിളിച്ചേ അണ്ണാ, ചില്ല്. എന്നെ വിളിച്ചൊന്നുമല്ല, എന്തോ അണ്ണനെ വിളിച്ച് അങ്ങോട്ട് വിളിച്ച് പോയിട്ട് വാ. ചെറിയ അടിച്ച് തിരികുവേ ഞാൻ. അടുത്ത പ്രശ്നം ബോണ്ട് മാറ്റി വാസമുണ്ടോ? ബോണ്ടാ? ബോണ്ട് എന്താ? ബോണ്ട് മാറ്റി ക്യാഷ് ബോണ്ടാ? വാസു ആ இன்னொரு ஒரு ஸ்டோரி எஸ்டர்டே நடந்தது, அது உன்கிட்ட പറയണം. ഓ പറ. മന്ദാരം ഏതോ ഒരു പെൺകുട്ടിയെ പ്രഗ്നന്റ് ആക്കി. എന്നോട് പറയണേ, ഒരു പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ബന്ധാരത്തിൽ പെണ്ണ് സെറ്റ് ചെയ്തൊക്കെ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ അടുത്ത് പ്രഗ്നന്റ് ആക്കി എന്നൊക്കെ പറയണത്.
പെണ്ണോടിയൻ എന്തോ പറയാനാ എന്തൊക്കെ ഇവിടെ സംഭവിക്കണേ? அது ஒரு பெரிய கேஸா இப்ப. പക്ഷെ മന്ദാര പറയുന്ന മുത്തം മാത്രം കൊടുത്തിട്ടുള്ളൂ. മുത്തം കൊടുത്താ പ്രഗ്നന്റ് ആകും പറഞ്ഞിട്ടുണ്ട്. എന്താ വച്ചറി? അല്ല അങ്ങനെ പറഞ്ഞ മന്ദാരം. എടാ ഇതൊക്കെ എങ്ങനെ സംഭവിക്കണം? ഇതൊക്കെ എനിക്കൊന്നും സഹങ്ങാനുള്ള ശേഷിയില്ല. അണ്ണാ ഇതൊന്നുമല്ലേ ഇനി കൊറേ ഉണ്ട് കേക്കാൻ. പറ കേക്കട്ടെ. അണ്ണാ ഇത്രയും നേരമായിട്ട് നമ്മുടെ റേഡിയോ ഇരിക്കുന്ന ഒരു കിളവൻ ആഷ് പുരട്ടൻ ഇത്രയും നേരിട്ട് അണ്ണനെ അവനെ കണ്ട അങ്ങേര് അവിടെ മുതുക്കില്ല പുള്ളിയുടെ പെണ്ണിന്റെ ആയിട്ട് പുള്ളി കമ്മിറ്റഡ് ആയി. ഫുൾ ടൈം ഷിഫ്റ്റിൽ തന്നെ 6 മണി വരെ രാവിലെ. ഞാൻ പറയട്ടെ ഇപ്പൊ നമുക്ക് ലോയൽറ്റി പോയിന്റ് കിട്ടുന്നത് ആഷ് പുരട്ടൻ കാരണമാണ്. വാവ് സോ ലോയൽ. എടാ ആശ ഉണ്ടോടാ ഇവിടെ? നമ്മളൊരു ഒന്നര മണിക്കൂറായിരുന്നു സിറ്റി വന്നിട്ടെ. ബാക്കി എല്ലാവരും ഞാൻ ഇവിടെ കണ്ട്, നിന്നെ കണ്ടില്ല, അതുകൊണ്ട് ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ഞാൻ ഒരു ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ആയിട്ട് നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ റേഡിയോയിൽ കാണുന്നുണ്ടല്ലോ. ഇവിടെ പ്രശ്നം ഇവൻ മന്ദാര ഏതോ കൊച്ചിനെ മന്ദാരത്തിന്റെ ഗർഭം അവിടെ നിൽക്കട്ടെ, ആശിന്റെ ഗർഭം ഞാൻ എന്നത്തേക്ക് ഉത്തരവാദിത്തം പറയേണ്ടി വരും. മിക്കവാറും റെഡിയാവും. പിന്നെ ഞങ്ങൾ 7226 ഇരിപ്പുണ്ട് തറയിൽ. പിന്നെ അടുത്ത വിശേഷം അണ്ണാ നമ്മുടെ ജൂഡില്ലേ, വെടിവെക്കാൻ വന്ന ജൂഡ് ഇപ്പൊ ജൂഡിന് കമ്മിറ്റഡ് ആയി. അപ്പടിയാ എല്ലാരും കമ്മിറ്റഡ് ആണ്. നമ്മ മാത്രം എടാ മുച്ചിരി നിനക്ക് പെണ്ണില്ല? ഇല്ല അമ്മ സിനിമ ഞാൻ പറയട്ടെ അണ്ണാ ഇവ കൊറേ പേര് പ്രപ്പോസ് ചെയ്ത് എല്ലാ പെണ്ണിന്റെ അടുത്ത് എടി പെണ്ണേ ഇങ്ങനെ വിളിച്ചാ എങ്ങനെ പറയാനാ? അണ്ണാ മുച്ചിരി അതിനൊരു നാക്കൊക്കെ ഉണ്ടറാ. നീ ഇങ്ങനെ ആ ഒരു നാക്കൊന്നും ഇല്ലാതെ പ്രപ്പോസ് ചെയ്തോണ്ട് നീ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കുന്നേ. എന്നാ നമ്മക്ക് സിംഗിൾ അല്ല എണ്ണ പോലത്തെ, നമുക്ക് പൈസ മതിയല്ല. നമ്മ പൈസ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാ, ഒന്നും ആവശ്യമില്ല. പൈസ കൊണ്ട് എല്ലാം പറ്റുമോ? എല്ലാം പറ്റൂ, എല്ലാം പറ്റൂ. ഉറപ്പാണോ? ഉറപ്പാണണ്ണാ, ഇവൻ മറ്റേയാണ് ഇവൻ മറ്റേയാണ്. എടാ പൈസ ഉണ്ടായി നിനക്ക് അറിയാത്തോണ്ടാ, പൈസ ഇല്ലാത്തോണ്ടാ നിനക്ക് അറിയാത്ത അതിന്റെ കുറിച്ചിട്ട്. പൈസ ആക്കണം ഫസ്റ്റ്. അത് കിട്ടിയ പൈസ എല്ലാം നീ ദാനം ചെയ്യുമല്ലേ ചെയ്യണേ? അല്ല അത് എടുത്തിട്ട് വെച്ചിന്, ഒരു സ്ഥലത്ത് എടുത്തിട്ട് വെച്ചിന്. എവിടെ? ഒരു സ്ഥലത്ത് വെച്ചിന്, അത് സീക്രട്ട്. എന്നോട് പറയില്ല? ആവശ്യം വരുമ്പോ എടുക്കാലോ. അല്ല അണ്ണാ ബാങ്കില് ബാങ്കിൽ എടുത്ത് വെച്ച് പൈസയായിട്ടൊക്കെ ഒതുക്കി ലീഗലായിട്ട് ഒതുക്കി കളഞ്ഞു. എടാ ഇവിടെ ഈ ബോണ്ട് എന്താ സംഭവം? എടുത്തിട്ടില്ല ഇന്നും. നമ്മുടെ കയ്യിലുള്ള കാശ് അത് ബോണ്ടാക്കണം. ആണോ? പഴയ സിറ്റിയിൽ അത് ബോണ്ടാക്കിട്ട് വെച്ചായിരുന്നെങ്കിൽ ഇപ്പൊ വന്നിട്ട് ആ കാശ് എടുക്കായിരുന്നു. ഞാൻ ബോണ്ടൊന്നും വെച്ചില്ല. സൂപ്പർ. ആ കാശൊക്കെ പോയി അണ്ണാ. അപ്പൊ എല്ലാം സുനാമിയിലെ പോയി. 600 കോടി എന്തോ ഉണ്ടായിരുന്നു. എന്താടാ പറയുന്നത്? 40 കോടി ഉണ്ടായിരുന്നു. വലിയ വില ഇവിടെ 40 എടുക്കുന്ന 600 കോടി தான். அப்பதான் ரீஃபண்ட் வாக்க முடியும். வெயிட் செய். 600 கோடி எത്ര ഉള്ളൂ? കോടിയൊക്കെ ചെയ്തു തരും. 600 കോടി പോയി അണ്ണ. അണ്ണ ആ 600 കോടി ഇപ്പൊ ഉണ്ടായിരുന്നു നമ്മുടെ റിച്ച് ആണ്, ഇവിടുത്തെ റിച്ചസ്റ്റ് ഓഫ് ദ റിച്ചസ്റ്റ് ആയിരുന്നു. എടാ ഞാൻ ഗ്യാങ് ഹൗസിൽ ഇരുന്ന് ആ പൈസ എടുത്ത് വെച്ചാ